മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമും ഓർമ്മക്കൂട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈദ്യശാസ്ത്രം ആധുനിക കാലഘട്ടത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് പ്രസിഡന്റ് ഊന്നി പറഞ്ഞു. വിദ്യാഭ്യാസം കൊണ്ട് നിറകുടങ്ങളാകുമ്പോഴും ആയുർവേദം മുതൽക്കൂട്ടാകണം എന്ന് പ്രസിഡന്റ് പറഞ്ഞു. ഓർമ്മക്കൂട്ടും NSSും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ മെഡിക്കൽ ക്യാമ്പിൽ അധ്യക്ഷത വഹിക്കുന്ന NSS വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ, ഈ വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന ഹൈസ്കൂൾ പ്രധാന അധ്യാപിക, എല്ലാവരുടെയും പേരെടുത്ത് പറയാത്തത് പേരെനിക്ക് പൂർണ്ണമായിട്ട് അറിയാത്തതുകൊണ്ട്, ഈ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ആയുർവേദ ആശുപത്രിയുടെ പ്രധാന ഡോക്ടർ ശ്രീ അരുൺ ഖൈമൾ, മറ്റ് ആയുർവേദ ഡോക്ടർമാർ, ഇവിടെയുള്ള പ്രധാന വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, എപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ കാലത്തിൽ ഏറ്റവും മനസ്സിന് കുളിർമ നൽകുന്ന വിദ്യാഭ്യാസ കാലഘട്ടമാണ് നമ്മുടെ കൗമാരപ്രായത്തിലേക്ക് കടക്കുന്ന ഹൈസ്കൂൾ +2 കാലഘട്ടം. യോഗത്തിൽ പ്രിൻസിപ്പൽ GP ശ്രേയസ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക വീണ വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. രശ്മി G. നായർ, മാനേജ്മെന്റ് പ്രതിനിധി രാജു മാരാത്ത്, ധന്വന്തരി ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ അരുൺ കൈമൾ, ഡോക്ടർ ആതിര, റാണി മേനോൻ ഐ ക്ലിനിക്കിലെ ഡോക്ടർ KS ജിത്തു, NSS പ്രോഗ്രാം ഓഫീസർ KR രാജശ്രീ, ഓർമ്മക്കൂട്ട് പ്രസിഡന്റ് CM നിമേഷ്, സെക്രട്ടറി ദിവ്യ രൂപേഷ്, TS ഗോപാലകൃഷ്ണൻ, KP റിജു, വോളണ്ടിയർ PK സരയു കൃഷ്ണ, CS അമൽ മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. 17 വർഷത്തെ ഈവന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധയാകർഷിച്ച ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ് വടക്കാഞ്ചേരിയിൽ വെഡിംഗ് കാറ്ററിംഗ് സർവീസ്, ബർത്ത്ഡേ ഡെക്കറേഷൻ, ഹൽദി പ്രോപ്പർട്ടി റെന്റൽസ്, കോർപ്പറേറ്റ് ഈവന്റ്, എക്സിബിഷൻ, ഇനോഗ്രേഷൻ, ട്രാവൽ ടൂറിസം, ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ, ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം. ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ്, ജോസൺസ് ബിഡേ, നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച്, വടക്കാഞ്ചേരി, തൃശൂർ. ഫോൺ 9497558576 9745451369. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.